അഡീഷണൽ വലിയൊരു പവർ അങ്ങനെ കൊടുക്കും. ഞാൻ പറഞ്ഞു 24 ഉള്ളിൽ വർക്ക് ചെയ്യുന്നത് വലിയൊരു പവർ കയറി വന്നു കഴിഞ്ഞാൽ അടിച്ചു കംപ്ലീറ്റ് ആയിട്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിലൊരു റിലേ ഉണ്ട്. അപ്പോൾ ആ റിലേ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, പോയി കഴിഞ്ഞാൽ ആ ഒരു ഒറ്റ പിന്ന് മാത്രമേ പോകുള്ളൂ. കാരണം അതിൻ്റെ ഉള്ളിലുള്ള റിലേ മാത്രമേ പോകുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അതുപോലെ ഔട്ട്പുട്ട് സൈഡിലേക്ക് നമ്മൾ എടുക്കുന്നത് ഏത് ത്രൂ ആണ് വേണ്ടത്. ഇതിൻ്റെ ഉള്ളിലും ഇതുപോലെ തന്നെ റിലേ വെച്ചിട്ടാണ്. അപ്പോൾ റിലേ വെച്ചിട്ട് ആണ് സ്വിച്ച് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ വേറൊരു റിലേയിലേക്ക് കൊടുക്കും. ഇപ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാൽ ഈ ഒരു റിലേ പോകുള്ളൂ, അല്ലെങ്കിൽ ഇൻപുട്ട് സൈഡിലേക്ക് വന്നാൽ ഈ ഒരു ടെർമിനൽ ബ്ലോക്കേ പോകുള്ളൂ. ഇൻപുട്ട് സൈഡിൽ ഞാൻ ഇവിടെ ടെർമിനൽ ബ്ലോക്ക് വെച്ചിട്ടാണ് ഞാൻ ഇത് കൊടുത്തേക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് കമ്മ്യൂണിക്കേഷൻ ചാനൽസ്, കമ്മ്യൂണിക്കേഷൻ പ്രോട്ടോകോൾസ്, അതുപോലെ തന്നെ പല ടൈപ്പ് സാധനങ്ങൾ അതിൻ്റെ ഉള്ളിൽ നടക്കുന്നുണ്ട്. അതായത് ഇതിൻ്റെ ഉള്ളിൽ ഇപ്പോൾ പ്രോഗ്രാം ചെയ്യാനായിട്ട് ഇപ്പോൾ ഞാനിതിപ്പോൾ ഒരു യൂസ് ചെയ്യാൻ വിചാരിക്കും. അതുപോലെ തന്നെ പ്രോട്ടോകോൾസ് നേടുന്നുണ്ടോ? പ്രോട്ടോകോൾ ഇവിടെ കേട്ടോ പ്രോട്ടോകോൾ എല്ലാ പ്രോട്ടോകോൾസ് നമ്മുടെ ഒരു സിസ്റ്റം യൂസ് ചെയ്യുന്നത് നമ്മൾ കുറേ പ്രോട്ടോകോൾസ്, അതായത് ഒരു സെറ്റ് ഓഫ് കമാൻഡ് അല്ലെങ്കിൽ ഒരു നമ്മൾ പാലിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അതിനെയാണ് ഈ പ്രോട്ടോകോൾ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇത് വർക്ക് ചെയ്യിപ്പിക്കാൻ പലതരത്തിലുള്ള പ്രോട്ടോകോൾസ് നമുക്ക് ആവശ്യമുണ്ട്. ഇതിനകത്ത് നമ്മൾ അതിൽ ഡി ബി, അത് ഡാറ്റ ഫ്ലോ അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഇടണം. അങ്ങനത്തെ പല മോഡ്ബസ്, ആസ്കി അതൊക്കെ പഠിച്ചിട്ടുണ്ടോ? അതുപോലത്തെ കുറേ പ്രോട്ടോകോളുകൾ ഇതിനകത്തുണ്ട്. അപ്പോൾ അതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ പ്രോഗ്രാമുകൾ കാര്യങ്ങൾ ചെയ്യുന്നത്. അതായത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നേരത്തെ നമുക്ക് ഈ സാധനങ്ങൾ വേണ്ടത്. അപ്പോൾ നമ്മൾ അത് വെച്ചിട്ടാണ് ഈ പറഞ്ഞ ഇത് ചെയ്യുന്നത്. പിന്നെ പ്രോഗ്രാം സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതിപ്പോൾ ഒമ്രോണ്ട PLC എന്ന് പറഞ്ഞു. ഇതിനകത്ത് നമ്മൾ CX പ്രോഗ്രാമർ എന്ന് പറഞ്ഞിട്ടൊരു സോഫ്റ്റ്വെയർ യൂസ് ചെയ്യണം. പിന്നെ ഇത് തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എങ്ങനെയാണ്, സിസ്റ്റമായിട്ട് എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു എന്നുള്ളത്. അതായത് നമ്മൾക്ക് ഈ ഒരു കേബിളും ഇതിനകത്തേക്ക് ഒരു പവറും കൊടുത്തു കഴിഞ്ഞാൽ കമ്മ്യൂണിക്കേറ്റ് ആവില്ല. അത് കണക്റ്റ് ആകും, പക്ഷെ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. അതിനകത്ത് ഇതിനകത്തേക്കുള്ള പ്രോഗ്രാം അതിനകത്തേക്ക് ആവണം, അങ്ങനത്തെ കുറേ കാര്യങ്ങളായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതിനെ കണക്ട് ചെയ്യാനായിട്ട് മറ്റേ കമ്മ്യൂണിക്കേഷൻ ചാനൽസ് അതിനകത്ത് നമ്മൾ ഇതേപോലെ കുറേ നിബന്ധനകൾ വെച്ചിട്ട് നമ്മൾ ഇത് കൊടുക്കണം. നമുക്ക് ഏത് മോഡൽ നമ്പറാണെന്നുള്ളത്. ഇപ്പോൾ ഒരു PLC നമ്മൾ ഇപ്പോൾ നിനക്കൊരു PLC എന്നിട്ട് എന്ത് ചെയ്യാൻ പറയണേ, ഇതൊന്ന് കണക്ട് ചെയ്യാൻ പറയണേ എന്ന് വിചാരിക്കും. അപ്പോൾ നീ ആദ്യം ചെയ്യണമെന്ന് വെച്ചാൽ ഉണ്ടല്ലോ, ആ PLCയുടെ ജസ്റ്റ് ഒരു ഫോട്ടോ അല്ലെങ്കിൽ അതിൻ്റെ പേര് വെച്ചിട്ട്, ഇതിൻ്റെ പേരെന്ന് പറഞ്ഞാൽ ഒമ്രോൺ സിസ്മാക്ക് CP1 എന്നുള്ളൊരു പേരാണ്. അപ്പോൾ ഈ പേര് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഡാറ്റ ഷീറ്റ് കിട്ടും. ഒരു സാധനം കാണാപ്പാടം പഠിക്കണം. ഇൻഡസ്ട്രിയിൽ ഒരു ഫീൽഡിലേക്ക് ഇപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ എക്സാം എഴുതണം, നിങ്ങൾക്ക് കാണാപ്പാടം പഠിച്ചാൽ നിങ്ങൾ എക്സാം എഴുതണം. അതേസമയം ഒരു ഇൻഡസ്ട്രിയിൽ പോയിട്ട് അവരൊരു സംഭവം വന്നിട്ട് ഇത് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇത് കിട്ടിക്കൊണ്ട് കാണാപ്പാടം പഠിച്ച് വന്നിട്ട് ചെയ്യേണ്ട ആവശ്യമില്ല, അങ്ങനെയില്ല. ഇതിനകത്ത് കുറച്ച് സംഭവങ്ങൾ മനസ്സിലാക്കിയാൽ മാത്രം മതി. പിന്നെ ഇപ്പോൾ ഈ മോഡൽ നമ്പർ, അതായത് ഇഷ്ടംപോലെ PLCകളുടെ ഞാൻ പറഞ്ഞു, പല കമ്പനികളുടെ പല വേരിയൻറ്റുകളുണ്ട്. ഇപ്പോൾ സിമെൻസിലേക്ക് എടുത്തു കഴിഞ്ഞാൽ 1200 വരെയൊക്കെ കഴിയും. പല ടൈപ്പ് സാധനങ്ങളും വന്നു പോയി. ഇപ്പം എല്ലാത്തിനും വേറെ വേറെ ടൈപ്പ് അല്ലെങ്കിൽ വേറെ വേറെ രീതിയിലുള്ള പ്രോഗ്രാം ചെയ്യണം. ഇപ്പോൾ TA വെച്ചിട്ട് പ്രോഗ്രാം ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ സ്റ്റെപ്പ് 7 മൈക്രോ ഇതൊക്കെ ടിയുടെ ഉള്ളിൽ തന്നെ തന്നെയാണ്. ഇപ്പോൾ ടിയുടെ ഉള്ളിൽ തന്നെ എല്ലാം വേണം, അതൊക്കെ സെപ്പറേറ്റ് ആയിരുന്നു. അപ്പം അങ്ങനെ ചെയ്യണമുണ്ട്. ഇപ്പോൾ ഇതിനകത്ത് ഈ മോഡൽ നമ്പറും കാര്യങ്ങളും അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഒരു ഡാറ്റ ഷീറ്റ് കിട്ടും. ആ ഡാറ്റ ഷീറ്റിലാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏത്. ഇപ്പം ഞാനിവിടെ കോമണിൽ ഞാൻ പറഞ്ഞു, കോമണിൽ കൊടുക്കണമെങ്കിൽ നേരെ ഓപ്പോസിറ്റ് എനിക്ക് അവിടെ കിട്ടണമെന്ന് പറഞ്ഞു. സിങ്കിങ്, സോഴ്സിങ് അങ്ങനത്തെ കുറേ സംഭവങ്ങൾ പറഞ്ഞു. അത് ഓരോ PLCക്ക് അനുസരിച്ചിട്ട് മാറും. ഈ പ്ലസ് കൊടുത്തിട്ട് എനിക്ക് പ്ലസ് തന്നെ കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്, മൈനസ് കൊടുത്തിട്ട് എനിക്ക് മൈനസ് തന്നെ കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പല തരത്തിൽ മാറി വരും. അപ്പോൾ അതൊക്കെ ഈ ഡാറ്റ ഷീറ്റ് വെച്ചിട്ടാണ്. അപ്പോൾ ഇനീഷ്യൽ കണ്ടീഷനിൽ നിങ്ങൾക്ക് ഒരു പ്രോഗ്രാം ചെയ്യാൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു PLC കിട്ടിക്കഴിഞ്ഞാൽ ഗൂഗിൾ ചെയ്യുക, അതിൻ്റെ ഡാറ്റ ഷീറ്റ് എടുക്കുക, അതിൻ്റെ കമ്മ്യൂണിക്കേഷൻ പ്രോട്ടോകോൾസ് കാര്യങ്ങളെല്ലാം നോക്കുക. അതിനുശേഷം നമ്മൾക്ക് ആവശ്യ രീതിയിലുള്ള കണക്ട് ചെയ്യാം. കണക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ പറഞ്ഞ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കറക്റ്റ് മോഡൽ നമ്പർ, അതുപോലെ തന്നെ ഇതിൻ്റെ സൈഡിൽ കുറച്ച് നമ്പറുകളുണ്ടാവും. അതുപോലെ തന്നെ ചെറിയ മോഡൽ നമ്പറിൻ്റെ ഉള്ളിൽ തന്നെ കുറച്ച് നമ്പറുകളും കൂടെ ഉണ്ടാവും. കുറച്ച് സീരീസ് നമ്പറുകളും കാര്യങ്ങളുണ്ടാവും. ഈ നമ്പറുകളും കാര്യങ്ങളെല്ലാം ഇതായിട്ട് കൊടുത്തിട്ട് എന്നിട്ട് വേണം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ. ഓക്കെ, ഇപ്പം ഇതിനകത്ത് ഞാൻ ഈ സാധനങ്ങളെല്ലാം ഡയറക്റ്റ് കൊടുത്തിട്ടേക്കണേ. ഇപ്പം ഞാനിത് ഇതിനൊന്നും ഉള്ളിൽ നിന്നുള്ള പ്രോഗ്രാമുകൾ ഡൗൺലോഡ് ചെയ്ത് വെച്ചേക്കണേ. പിന്നെ നമ്മൾക്ക് ഇതിനകത്ത് ഇപ്പോൾ പുതിയതായിട്ട് പ്രോഗ്രാം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് കണ്ട ഇൻപുട്ട്, അതുപോലെ തന്നെ ഇത് ഔട്ട്പുട്ട് കോയിലുകൾ. ഞാൻ പറഞ്ഞ പോലെ ടൈമർ വെക്കണമെന്നുണ്ടെങ്കിൽ ഒരു ടൈമർ സെറ്റ് ചെയ്യണം. ഇപ്പോൾ ഞാനൊരു സ്വിച്ച് ഓൺ ചെയ്യാൻ എനിക്ക് 10 സെക്കൻഡ് കഴിഞ്ഞിട്ട് ഒരു ലൈറ്റ് കത്താൻ പാടുള്ളൂ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇവിടെ ഇതെടുത്ത് വെക്കുക. ഈ ബ്ലോക്കിൽ തന്നെ എനിക്ക് പേര് കൊടുക്കുക. അഡീഷണൽ ബ്ലോക്ക് ഉണ്ട്, സബ്സ്ട്രാക്ഷൻ ബ്ലോക്ക് ഉണ്ട്. അങ്ങനെ എൻ്റെ പ്രോഗ്രാമും നമ്മൾക്ക് ഇതിൽ തന്നെ ഇതിനകത്ത് ആ ടൂൾസ് കാര്യങ്ങൾ വെച്ചിട്ട് ചെയ്യാം. ഇതിനകത്ത് PLC എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് ഓൺലൈനിലേക്ക് വരാം. അതായത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ട് വർക്കാവില്ല, ഓൺലൈൻ മോഡിലേക്ക് വരാം. അതുപോലെ തന്നെ ട്രാൻസ്ഫർ ഇതിനകത്ത് 2 PLC എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ ചെയ്യുന്ന പ്രോഗ്രാമുകൾ PLCയിലേക്ക് അപ്ലോഡ് ചെയ്യാനായിട്ടാണ് 2 PLC. അതുപോലെ തന്നെ ഫ്രം PLC എന്ന് പറയുമ്പോൾ നമ്മൾ
ഇപ്പം നിലവിലൊരു PLC ഓടിക്കൊണ്ടിരിക്കണം. ഇപ്പോൾ ഒരു പ്ലാന്റിൻ്റെ കേസ് എടുത്തു കഴിഞ്ഞാലുണ്ടല്ലോ, അവിടെ ഇപ്പോൾ നിനക്ക് നിന്നെ ഈ ഓട്ടോമേഷൻ എഞ്ചിനീയറാണെന്ന് വിചാരിക്കും. അപ്പോൾ നിനക്ക് ആ കമ്പനിയിലേക്ക് പോയി കഴിഞ്ഞാൽ അവർ പറയണേ നിനക്ക് പുതിയതായിട്ട് പ്രോഗ്രാം ചെയ്യാനുള്ള ഒരു സൈഡ് ഉണ്ടാവും. അതായത് ഇന്നൊരു കണ്ടീഷൻ അവർ പറയണേ, ഇന്ന സ്വിച്ച് ചെയ്യുക, ഇന്ന ലൈറ്റ് എത്തണം, അല്ലെങ്കിൽ ഇന്ന മോട്ടർ ഇറങ്ങണം, ഇന്ന മോട്ടർ കറങ്ങുന്ന സമയത്ത് ആ മോട്ടർ കറങ്ങാൻ പാടില്ല. അങ്ങനെ കുറേ കണ്ടീഷൻസ് അവർ പറയും. പോയി കഴിഞ്ഞാൽ കണ്ടീഷൻസ് മാത്രമേ പറയുള്ളൂ. അപ്പോൾ ആ കണ്ടീഷൻസ് വെച്ചിട്ട് അത് വർക്കൗട്ട് ചെയ്ത് പ്രോഗ്രാം ആക്കി മാറ്റേണ്ടത് ഒരു ഓട്ടോമേഷൻ എഞ്ചിനീയറുടെ ഡ്യൂട്ടിയാണ്. അപ്പോൾ അതങ്ങനെ ആക്കിയിട്ട് എന്ത് ചെയ്യുക, നമ്മളതനുസരിച്ച് പ്രോഗ്രാം ചെയ്ത് കൊടുക്കാം. അതൊന്നാമത്തെ കാര്യം. അതായത് നീ പോയിട്ട് പുതിയതായിട്ടൊരു പ്രോഗ്രാം ചെയ്തിട്ട് അതിനകത്തേക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കുന്നു. അതൊന്നാമത്തെ കണ്ടീഷൻ. വേറൊരു ടൈപ്പ് ഉണ്ട്. ഇപ്പോൾ ഒട്ടുമിക്ക കമ്പനികളിൽ ഈ പറഞ്ഞ പോലെ PLC സാധനങ്ങൾ ഓൾറെഡി പ്രോഗ്രാമുകളുണ്ട്. ഇപ്പോൾ ആ PLCക്ക് എന്തെങ്കിലും ഒരു കംപ്ലൈൻറ്റുകളുണ്ട്, അല്ലെങ്കിൽ ഇന്ന സാധനം വർക്ക് ചെയ്യാനുള്ള. അപ്പോൾ ഒരു ഓട്ടോമേഷൻ എഞ്ചിനീയർ വിളിച്ച് കഴിഞ്ഞാൽ ഒരു പുതിയ PLC കൊണ്ട് പുതിയ പ്രോഗ്രാം കാര്യങ്ങളൊന്നും ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. കാരണം അത് ടൈം വേസ്റ്റ് ചെയ്യാം. പിന്നെ ഒരു കമ്പനികളും PLC റിപ്പയർ ചെയ്ത് യൂസ് ചെയ്യാറില്ല. കാരണം അവർ PLC കൊണ്ടെന്ന് വെച്ചിരിക്കുന്നത് തന്നെ വലിയ വലിയ കമ്പനികൾ അവർക്ക് പ്രൊഡക്ഷനെ ബാധിക്കും. അതായത് ഇത്ര ദിവസം ഇത്ര കൗണ്ട് ഇറങ്ങണം എന്നൊക്കെ ഉണ്ടാവും, അല്ലെങ്കിൽ ഇത്ര പ്രൊഡക്റ്റുകൾ ഇറങ്ങണം എന്നൊക്കെ ഉണ്ടാവും. അപ്പോൾ PLCക്ക് എന്തെങ്കിലും ഒരു ഫെയിലിയർ വന്നു കഴിഞ്ഞാൽ അവരെ റിപ്പയർ ചെയ്യാനുള്ള ടൈം അവർ കളയില്ല. സ്വാഭാവികമായിട്ട് റീപ്ലേസ്. അപ്പോൾ റീപ്ലേസ് ചെയ്യാൻ നേരത്ത് അങ്ങനത്തെ ഒരു കണ്ടീഷനിലേക്കാണ് നീ പോകുന്നതെന്നുണ്ടെങ്കിൽ ജസ്റ്റ് എന്ത് ചെയ്യുക, ഇതുപോലെ കണക്ട് ചെയ്യുക, PLC ഇതുപോലെ കേബിൾസ് യൂസ് ചെയ്ത് കണക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ട്, അല്ലെങ്കിൽ ഏത് PLC ആണോ ഉള്ളത് ആ PLCയുടെ അതാത് സോഫ്റ്റ്വെയർ എടുക്കുക. ജസ്റ്റ് അതിനകത്ത് കമ്മ്യൂണിക്കേഷനിൽ പോകുക, അല്ലെങ്കിൽ PLCയിലേക്ക് പോയി കഴിഞ്ഞാൽ ട്രാൻസ്ഫറിൽ ഫ്രം PLC എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ ഇതിനകത്ത് എന്താണോ പ്രോഗ്രാം നിലവിൽ റണ്ണിങ് ആയിക്കൊണ്ടിരിക്കുന്നത് അത് ഇന്ത്യയിലേക്ക് കിട്ടും. എന്നിട്ട് ജസ്റ്റ് ആ പിന്ന് കണക്ട് ചെയ്തിട്ട് അല്ലെങ്കിൽ അതിൻ്റെ കണക്ഷൻസ് ഒക്കെ മാറ്റിയിട്ട് ആ PLC റിമൂവ് ചെയ്തിട്ട് വേറെ PLC വെച്ചിട്ട് ഇതേ പ്രോഗ്രാം PLC കൊടുത്തിട്ട് ജസ്റ്റ് അപ്ലോഡ് ചെയ്യാം. പിന്നെ അവർ പിന്നെ വേറെ എന്തെങ്കിലും കണ്ടീഷൻസ് അഡീഷണൽ ആയിട്ട് പറയണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ പ്രോഗ്രാം നോക്കിയിട്ട് എവിടെയാണോ ആഡ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഇന്ന സംഭവങ്ങളാണ് പുതിയതായിട്ട് വേണ്ടതെന്നുള്ളത് അത് മാറ്റിയിട്ട് അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ആഡ് ചെയ്ത് കൊടുത്തിട്ട് രണ്ടാമത് അതിൻ്റെ എററുകൾ ചെക്ക് ചെയ്യാം, നമുക്ക് കമ്പയർ ചെയ്ത് നോക്കാം. കുറേ ടൈപ്പ് ഓപ്ഷൻസ് ഇതിനകത്ത് തന്നെ ഉണ്ട് കമ്പയർ ചെയ്യാനുള്ളത്. അങ്ങനെ പല ടൈപ്പുകൾ. ഇപ്പോൾ ഈ ടൂൾസ് എല്ലാം നമുക്ക് വളരെ ആവശ്യമുള്ള സാധനങ്ങളാണ്. ഇപ്പോൾ ഇതിൽ തന്നെ പ്രോഗ്രാമിൽ കമ്പയർ എന്ന് പറഞ്ഞാൽ നടക്കണ്ട. ഈ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് എന്തെങ്കിലും എറർ കാര്യങ്ങളുണ്ടോ, ഇപ്പോൾ ഇതിനകത്ത് കാണിക്കും. ഇതിനകത്ത് നിലവിൽ പ്രോഗ്രാം എറർ 0 വാർണിംഗ് ഒന്നുമില്ല. അപ്പോൾ അങ്ങനെ എററുകൾ കാര്യങ്ങളാണ്. അപ്പോൾ എററുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ റീചെക്ക് ചെയ്ത് ലൈനിലാണെന്ന് നമുക്ക് വൈകിട്ട്. അപ്പോൾ മറ്റേ പ്രോഗ്രാമിൽ നമുക്ക് കാണിക്കാൻ പറ്റും. ഇപ്പോൾ C പ്രോഗ്രാമിംഗ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ലാസ്റ്റ് കമ്പയർ ചെയ്തപ്പോഴേക്കും എവിടെയൊക്കെ എറർ ഉണ്ടെന്ന് കാണിക്കും. നമുക്ക് ആ ലൈനിൽ പോയിട്ട് കറക്റ്റ് ചെയ്യാന്നുള്ളൂ. ഇപ്പോൾ ഇതിനകത്തിപ്പോൾ 2 ലൈനുള്ളൂ പ്രോഗ്രാം ചെയ്തേക്കണം. അതായത് ജസ്റ്റ് ഒരു ലൈറ്റ് ഒരു ഇതിന് വേണ്ടിയിട്ട് 2 ലൈനുള്ളൂ. അതേസമയം ഇൻഡസ്ട്രിയൽ ലെവലിലേക്ക് വരുമ്പോഴേക്കും ചിലപ്പോൾ ഒരു 300-400 അല്ലെങ്കിൽ ഒരു 1000 ലൈനൊക്കെ ചിലപ്പോൾ വരും. അപ്പോൾ ഏത് ലൈനിലാന്നുള്ള കുറേ കാണിക്കും. പിന്നെ ചിലർ ഈ എറർ ഉണ്ടാവും, അതായത് തെറ്റിപ്പോയതായിരിക്കില്ല, വാണിങ്ങുകൾ വന്നിട്ടുണ്ടാവും. അതായത് ഇപ്പോൾ നമുക്ക് ഔട്ട്പുട്ട് ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഞാനൊരു ലൈറ്റിന് ഒരു അഡ്രസ്സ് കൊടുത്തിട്ട് ഒരു ഔട്ട്പുട്ട് കൊടുത്തു. ആ ഔട്ട്പുട്ട് എനിക്ക് റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല. കാരണം റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ PLC കൺഫ്യൂസ്ഡ് ആണ്. ഇപ്പോൾ ഒരു സ്വിച്ച് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഒരു ലൈറ്റ് കത്തണം, ഓക്കെ, ആ സ്വിച്ച് ചെയ്ത് കഴിഞ്ഞാൽ വേറെ ലൈറ്റ് കത്തണം. അപ്പോൾ സ്വിച്ചിനെടുത്ത് പറഞ്ഞാൽ ഇന്ന ലൈറ്റ് കത്തേണ്ടത് അത് നമുക്കറിയാം. ഞാൻ സ്വിച്ച് കൊണ്ട് ആ ലൈറ്റ് കത്തല്ലേ, ഈ ലൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അപ്പോൾ അത് അഡ്രസ്സുകൾ റിപ്പീറ്റ് ചെയ്യാനൊന്നും പാടില്ല. അപ്പോൾ അങ്ങനെ കുറച്ച് റൂൾസുകൾ പാലിക്കണം പ്രോഗ്രാമിംഗ് സൈഡിൽ. കേട്ടിട്ടുണ്ടോ അതിനെക്കുറിച്ച്? ഈ SMPC ശരിക്കും പ്രോഗ്രാമബിൾ കൺട്രോൾ ആണോ? അല്ല, അത് SMPC എന്ന് പറഞ്ഞാൽ നമ്മൾ റേറ്റിംഗ് ഉണ്ടാവും. റേറ്റിംഗ് ഇല്ല, അത് 24 വോൾട്ടിലേക്ക് കൺവേർട്ട് ചെയ്ത് തരണം. സ്റ്റെപ്പ് ഡൗൺ. ഇപ്പോൾ അതിൽ കൂടുതൽ വേണമെങ്കിൽ 24-ൽ കൂടുതൽ വേണമെങ്കിലോ കൂടുതലോ കുറവോ? അല്ല, മൾട്ടിപ്പിൾ ഔട്ട്പുട്ടുള്ള SMPS ഉണ്ട് നമ്മുടെ കമ്പ്യൂട്ടറിലൊക്കെ ഇല്ലേ, കണ്ടിട്ടില്ലേ? കമ്പ്യൂട്ടറിലൊക്കെ. പക്ഷെ കമ്പ്യൂട്ടർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് 24 വോൾട്ടിൽ തന്നെ സ്റ്റാൻഡേർഡ് ആയിട്ട് നമ്മുടെ ഫാനൊക്കെ ഓടാൻ ചിലത് വേറെ വോൾട്ടൊക്കെ യൂസ് ചെയ്യാം. അത് ഡിപ്പെൻസ്. 12 വോൾട്ട് അങ്ങനെയൊക്കെ ഇതിന്റെ ആവശ്യത്തിന് 24 മതി. അപ്പൊ നമ്മൾ വേറെ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് 24 കിട്ടും. ഇതിനകത്ത് നമുക്ക് വേരി ചെയ്യാൻ പറ്റില്ല. അങ്ങനെ വേരി ചെയ്ത് കിട്ടുന്നതുണ്ട്. പക്ഷെ അത് നമ്മുടെ പർപ്പസുകൾക്ക് ഇൻഡസ്ട്രിയൽ ലെവലിലേക്ക് അല്ലെങ്കിൽ ഒരു പ്ലാന്റുകളിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റില്ല. ലാഡർ പ്രോഗ്രാം എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് മനസ്സിലായി. ഇത് ജസ്റ്റ് ഒരു ലാഡർ പോലെ കിടക്കണം. അതായത് ഇപ്പോൾ ഞാനൊരു ലൈൻ അടുത്ത് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ലാഡർ പോലെ മാത്രം ചെയ്യാനുള്ളതാണ്. ടൈപ്പിംഗ് ഇല്ല. പേജുകൾ കണ്ട, അതായത് നോർമലി ഓപ്പൺ, അതാണ് NO എന്ന് പറഞ്ഞത്. നോർമലി ക്ലോസ്ഡ്, കോയിൽ, പിന്നെ ഒരു ബോക്സ്. ഇത്രയും ഈ പറഞ്ഞ 4 കാര്യങ്ങൾ മാത്രമുള്ളൂ നമുക്ക് പ്രോഗ്രാം ചെയ്യാനായിട്ട്. നമ്മൾ എത്ര വലിയ ലൈനുകളാണോ എത്ര വലിയ സംഭവങ്ങളാണെങ്കിലും നമ്മൾ ചെയ്യണമെന്ന് വെച്ച് മാത്രം
ടൈമർ, കൗണ്ടേഴ്സ്, അങ്ങനെ എന്ത് വേണം. ഇപ്പോൾ ബോക്സിനൊരു ഹെഡിങ് ഉണ്ടാവുമല്ലോ, ആ ഒരു ബോക്സ് നമ്മൾ ഹെഡിങ് ആയിട്ട് നമ്മൾ എന്താണോ കൊടുക്കുന്നത് ആ ഒരു ബോക്സ് നമ്മൾ ഇതെനിക്ക് കൂട്ടാണ് വേണ്ടത്, അല്ലെങ്കിൽ എൻ്റെ ഒരു 2 പിന്നുകളുണ്ട് അതിനകത്ത്. ഒരു സോഴ്സ് എ ഒരു സോഴ്സ് ബി ഉണ്ടെന്ന് വിചാരിക്കും. ഞാനൊരു അഡീഷൻ എന്ന് പറഞ്ഞിട്ട് മേളിലേക്ക് കൊടുക്കണം. അപ്പോൾ അത് അഡീഷൻ ബ്ലോക്കായി. നമ്മൾ എന്ത് പേരാണോ കൊടുക്കുന്നത് അത് ബ്ലോക്കായി. ഇപ്പോൾ ഞാനങ്ങനെ ടൈമർ ബ്ലോക്കാണ്. T40 എന്ന് പറഞ്ഞാൽ അഡ്രസ്സ് കൊടുത്തിട്ട് ഒരു ടൈമറിൻ്റെ ഒരു അഡ്രസ്സ് കൊടുത്തിട്ട് ഒരു ടൈമർ ആക്കിയത്. അപ്പോൾ ടൈമറിനകത്ത് എന്തെങ്കിലും ഒരു പ്രീസെറ്റ് ഉള്ള ഒരു അക്യുമുലേറ്റർ ഉണ്ടാവും, പിന്നെ ടൈം ബേസ്, അത് എത്ര സെക്കൻഡ് വെച്ചിട്ടാണ് ഇതുണ്ടായത്. അപ്പോൾ ഞാൻ ആ ടൈമറിൽ പ്രീസെറ്റിനകത്ത് ഞാൻ ഒരു 3 സെക്കൻഡ് കൊടുത്തു. എന്നിട്ട് അതിൽ നിന്ന് ഒരു നോർമൽ ഓപ്പൺ എന്ന് പറഞ്ഞൊരു പിന്നെ വേണ്ട, അത് ഒരെണ്ണം കൊടുത്തിട്ട് നേരെ ഒരു ബ്ലോക്ക് കൊടുത്തു, എന്നിട്ട് ഒരു ഔട്ട്പുട്ടും കൊടുത്തു. ഓക്കെ, അപ്പോൾ ഞാൻ ആ നോർമലി ഓപ്പൺ എന്ന് പറഞ്ഞ സാധനത്തിൽ ഞാൻ ജസ്റ്റ് ഒന്ന് ടോഗിൾ ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ നോർമലി ക്ലോസ് ആയിട്ട് അതിൽ പവർ പാസ്സാവും. ഇല്ലേ, പവർ പാസ് ചെയ്ത് ഇത് ക്ലോക്കിലേക്ക് പോകും ടൈമറിലേക്ക്. അപ്പോൾ ടൈമറിലാണ് ഒരു പ്രീസെറ്റ് എന്ന് പറഞ്ഞ സാധനം കൊടുത്തേക്കണേ. ഒരു 5 സെക്കൻഡ് കൊടുത്തു. അപ്പോൾ ഈ 5 സെക്കൻഡ് കഴിയുമ്പോൾ ആ ടൈമറിൽ നിന്നുള്ള ഔട്ട്പുട്ട് ഇതിലേക്ക് പോകും, ആ കോയിലേക്ക് വരും, ആ കോയിൽ ബ്ലിങ്ക് ചെയ്യും. ഓക്കെ, സിമ്പിളായിട്ട് പറഞ്ഞത്രേ ഉള്ളൂ. അപ്പോൾ ഇത്രയും സാധനങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ എൻ്റെ പ്രോഗ്രാം എന്താ ചെയ്യുന്നത്. ഓൺ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ആ മോട്ടർ വർക്കാവണം, അല്ലെങ്കിൽ അതിലൊരു ഇൻപുട്ട് വെച്ചിട്ട് എനിക്ക് അതൊന്ന് ടോഗിൾ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഔട്ട്പുട്ടായിട്ടുള്ള മോട്ടർ വർക്കാവണം. എൻ്റെ കയ്യിൽ വേറൊരു മോട്ടറുണ്ട്. അപ്പോൾ ഈ സ്വിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ മോട്ടർ വർക്കാവണം. 2 ലൈനിലായിട്ട് ഞാൻ ചെയ്തേക്കണേ. അപ്പോൾ ഒരു മോട്ടർ ഫോർവേഡ്, ഒരു മോട്ടർ റിവേഴ്സ്, അല്ലെങ്കിൽ അതൊരു ഒറ്റ മോട്ടറാണെന്ന് വിചാരിക്കും. ഫോർവേഡും റിവേഴ്സും ഉണ്ട് മോട്ടറിന്. അപ്പോൾ ഞാനൊരു സ്വിച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ അത് ഫോർവേഡ് കറങ്ങി. അപ്പോൾ ഞാൻ രണ്ടാമത്തെ സ്വിച്ച് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, അത് റിവേഴ്സാണ് കറങ്ങുന്നത്. ഈ ഫോർവേഡ് കറങ്ങിക്കൊണ്ടിരിക്കുന്ന സംഭവത്തിൽ ഞാൻ കൊണ്ട് റിവേഴ്സ് ചെയ്യിക്കാൻ എന്ത് സംഭവിക്കും, കത്തിപ്പോവും. ഒരേ സമയം ഫോർവേഡ് റിവേഴ്സ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ മോട്ടർ അടിച്ചു സ്വാഭാവികമായിട്ട്. അപ്പോൾ ഈ സ്വിച്ച് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ആ മോട്ടർ ഇത് കറങ്ങാൻ പാടില്ല, റിവേഴ്സ് കറങ്ങാൻ പാടില്ല, അങ്ങനെ ഒരു കണ്ടീഷൻ. അതെല്ലാം നമുക്ക് ഈ പ്രോഗ്രാമിൽ ചെയ്യാൻ പറ്റും. അതായത് ഇൻ്റർലോക്കിങ്, ലാച്ചിങ്, അതായത് എൻ്റെ ഇതൊരു പുഷ് ബട്ടണാണ്. പുഷ് ബട്ടണാണല്ലോ. ഈ പുഷ് ബട്ടൺ ഞാൻ ഞെക്കി കഴിയാൻ നേരത്തെ എന്ത് ചെയ്യും, ഒരു ഔട്ട്പുട്ട് എനിക്ക് കിട്ടും. ഞെക്കി കഴിഞ്ഞിട്ട് അപ്പോഴേക്കും പവർ വന്നു, ഞാൻ കൈ എടുത്ത് കഴിയുമ്പോഴേക്കും അത് പവർ പോയി അല്ലേ. ഇവിടെ അത് കത്തി കിടക്കണം അല്ലേ, എന്തുകൊണ്ടാണ്? അതായത് ഇല്ലേ, ഇപ്പോൾ ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞുതരാം. ഡയറക്റ്റ് ലൈനിൽ നിന്ന് നീ ഒരു പവർ കൊടുത്തേക്കണം, ഒരു ലൈറ്റിലേക്ക് പവർ കൊടുത്തേക്കണം. അപ്പോൾ ഞാൻ നിനക്ക് ഇങ്ങനെ ഓൺ ഓഫ് സ്വിച്ചിന് പകരം ഞാൻ എന്ത് ചെയ്തു, ഒരു ടോഗിൾ സ്വിച്ച് തന്നു. അതായത് ഒരു പുഷ് ബട്ടൺ തന്നു. ഈ പുഷ് ബട്ടൺ വന്നതിൻ്റെ സപ്പോസ് ഞാൻ ഞെക്കി പിടിക്കണം, ആ ലൈറ്റ് കത്തി കിടക്കണമെന്നുണ്ടെങ്കിൽ അല്ലേ. എനിക്ക് ഒരു വട്ടം ഞെക്കി കഴിഞ്ഞാൽ മാത്രമേ എനിക്ക് ലൈറ്റ് കത്താൻ പാടുള്ളൂ. ആ ലൈറ്റ് കത്തി കിടക്കണം കംപ്ലീറ്റ്ലി. അപ്പോൾ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? അല്ലെങ്കിൽ ഒരാൾ എപ്പോഴും ഇങ്ങനെ കാര്യമായിട്ട് വീട്ടിലൊക്കെ പോയിട്ടുണ്ടാവില്ലേ, അവിടെ ഒരു സ്വിച്ച് ഓൺ ഞെക്കി കഴിയുമ്പോഴേക്കും അത് ഓണാണ്. കണ്ടിന്യൂസ്ലി ആ മെഷീൻ മോട്ടർ റണ്ണിങ് ആയിക്കൊണ്ടിരിക്കുന്നത്. അയാൾ ഞെക്കി പിടിച്ച് നിൽക്കണില്ല. ഓഫ് ആക്കാനായിട്ട് വേറൊരു ചുമല സ്വിച്ച് ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു 2 സ്വിച്ച് ഉണ്ടാവും. അത് ഞെക്കി കഴിഞ്ഞാൽ അത് ഓഫ് ആക്കണം അല്ലേ. അതെങ്ങനെയാണ് വർക്കാവണം ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതേ സെയിം സംഭവങ്ങൾ ഇവിടേക്ക് വരാൻ നടത്തുന്നത്. അതിന്റെ ഹയർ വെർഷൻ, അതിൽ പ്രോഗ്രാമിംഗ് ഇല്ല, അത് ഒരു ലോജിക് വെച്ചുള്ള കളിയാണ്. ലോജിക് വെച്ചിട്ട് ഒരു റിലേ അല്ലെങ്കിൽ റിലേ വെച്ചിട്ട് നമുക്ക് അതുപോലെ ചെയ്യാം. ഇവിടേക്ക് വരാൻ നേരത്ത് നമ്മളത് പ്രോഗ്രാമിൽ ചെയ്ത് കൊടുക്കാം. നമുക്ക് ഈ PLCക്ക് നമ്മൾ ടീച്ച് ചെയ്ത് കൊടുക്കാം. അതായത് നമുക്കിപ്പോൾ ഞാൻ ഈ ഒരു ഇൻപുട്ടിലേക്ക് കൊടുത്തിട്ട് എനിക്ക് കുറേ റിലേസൊക്കെ വെച്ചിട്ട് അങ്ങനെ കൊടുക്കേണ്ട ആവശ്യമില്ല. അത് നമുക്ക് PLCയിൽ പ്രോഗ്രാം ചെയ്ത് കൊടുക്കാം. അതായത് എനിക്കൊരു ഇൻപുട്ട് ഉണ്ട്, ആ ഇൻപുട്ട് വെച്ചിട്ട് ഞാനൊരു ഔട്ട്പുട്ട് വർക്ക് ചെയ്യിപ്പിച്ച് ആ ഔട്ട്പുട്ട് എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ ഇൻപുട്ട് സൈഡിൽ അതിൻ്റെ കൂടെ ഒരു ബ്രാഞ്ച് ആയിട്ട് കൊടുക്കുക. അതായത് ആ സ്വിച്ച് വെക്കാൻ നേരത്തെ ഔട്ട്പുട്ട് കിട്ടും. ആ ഔട്ട്പുട്ട് കിട്ടുന്നത് സംഭവിക്കും ഡയറക്റ്റ് ഈ പവറിൽ നിന്നുള്ള ഔട്ട്പുട്ട് അവിടെ കത്തി കിടക്കണേ. അവിടെ പവർ കിട്ടുമ്പോൾ എനിക്ക് ഇവിടെയും പവർ കിട്ടും. ഓട്ടോമാറ്റിക്കലി അത് ലാച്ചായി കിടക്കും. അതിൻ്റെ ലാച്ചിങ് എന്ന് പറയും. അത് അൺലാച്ച് ചെയ്യാനായിട്ട് എനിക്ക് ഓരോ സ്വിച്ച്. ഈ മില്ലുകളിൽ പോയി കഴിഞ്ഞാൽ ഇത് തന്നെ കാണുന്നത്. ഒരു സ്വിച്ച് ആക്കി കഴിഞ്ഞാൽ ലാച്ചിങ് ആവും, അടുത്ത സ്വിച്ച് കഴിയുമ്പോൾ ഓഫ് ആവും. അത് ഓൺ ഓഫ് സിമ്പിളായിട്ട്. അപ്പോൾ അതിനെനിക്ക് ഇവിടെ പ്രോഗ്രാം ചെയ്യുന്നത്. അപ്പം ഇങ്ങനെയുള്ള കുറേ കണ്ടീഷൻസ് ഉണ്ട്. ഇപ്പോൾ ഞാൻ പറഞ്ഞു ഇൻ്റർലോക്കിംഗ് എന്ന് പറഞ്ഞു. അതായത് ഇന്ന സാധനം വർക്ക് ചെയ്യുന്ന സമയത്ത് ഇന്നത് വർക്ക് ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ ഇന്ന സാധനം വർക്ക് ചെയ്യാം, അല്ലെങ്കിൽ താഴത്തെ ഒരു സ്വിച്ച് അല്ലെങ്കിൽ ആ സ്വിച്ചിൽ പവർ വരുന്ന സമയത്ത് എനിക്ക് ആ മോട്ടർ വർക്ക് ചെയ്യാൻ പാടില്ല, ആ കണ്ടീഷൻ. അങ്ങനെ കുറേ സംഭവങ്ങൾ ഇതിനകത്തുണ്ട്. അതെല്ലാം നമ്മൾ ഈ സാധനങ്ങൾ ഇത്രയും ടൂൾസ് ഈ കാണുന്ന NO NC കോയിൽ ഇത്രയും വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ കുറച്ചൊന്നും മനസ്സിലാക്കാനുണ്ട്. ഇതെങ്ങനെ ഉപയോഗിക്കേണ്ടത് എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളത് മനസ്സിലാക്കിയിരിക്കണം. പിന്നെ അതുപോലെ തന്നെ ഇതാണ് ലാഡർ ലാംഗ്വേജിന്റെ എന്താണെന്ന് പറഞ്ഞത്. അതായത് ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ ലെവലിലുള്ള സംഭവം കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ലാംഗ്വേജ് യൂസ് ചെയ്യണമെന്ന് വിചാരിക്കും. അതിനകത്ത് ഈ ലെഫ്റ്റ് സൈഡിൽ വന്നേക്കണ ഇത് കണ്ടോ,
അത് ലൈനാണ് സ്ട്രൈറ്റ് ലൈനാണ്. റെയിൽസ് എന്ന് പറയും. നമ്മുടെ റെയിൽ പാത റെയിൽസ് എന്ന് പറയും. അതേ സംഭവം തന്നെ റൈറ്റ് സൈഡിലുണ്ട്. ഈ റൈറ്റ് സൈഡിലുണ്ട്. ഈ ലെഫ്റ്റ് സൈഡിലുള്ള റെയിലില്ല, അതിനകത്ത് എപ്പോഴും പവർ വന്ന് എപ്പോഴും പവർ നടക്കട്ടോ. അത് നമ്മൾക്ക് നല്ല പവർ എപ്പോഴും അത് വന്ന് കിടക്കട്ടോ. അതാണ് റൈറ്റ് സൈഡിലുള്ള പവർ ഉണ്ടാവില്ല. അപ്പോൾ ഈ ലെഫ്റ്റിൽ നിന്ന് റൈറ്റ് സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുള്ളൂ. പിന്നെ അവിടെ ഞാനൊരു സ്വിച്ച് എന്ന് പറഞ്ഞൊരു സാധനം വെച്ചേക്കുന്നത്, അത് കണ്ടാൽ എണ്ണോ സ്വിച്ച് ആണുള്ളത്. എന്നോ സ്വിച്ച് എന്ന് പറയുന്നത് ഇതൊരു എന്നോ സ്വിച്ചാണ്. ഇത് കണ്ടില്ല, ഇതിൻ്റെ അടിയിൽ ഞാൻ എന്നോ എന്ന് പറഞ്ഞൊരു സാധനം വെച്ചിട്ടാണ്. അതായത് ഞാൻ ഈ സ്വിച്ച് ഞെക്കാൻ നേരത്ത് ഈ രണ്ട് ഇൻപുട്ട് ഔട്ട്പുട്ട് നമ്മൾ കൂട്ടി മുട്ടിയിട്ട് ജസ്റ്റ് അതിൽ നിന്നൊരു പവർ പാസ്സായി പോയിട്ട് അങ്ങനെ ഒരു കണക്റ്റ് ആവും. അത് ഒരു രണ്ട് സംഭവം അതിൻ്റെ മേലൊരു വരുമ്പോൾ ഞാൻ ഞെക്കാൻ നേരത്തെ രണ്ടാലും കൂട്ടിയിട്ട് പവർ കയറിക്കും. അതാണ് ഈ ഇത് എന്നോ ടൈപ്പ്. അതുപോലെ തന്നെ ഇത് വരുന്നത് MC. അതായത് ഇത് ഞെക്കാൻ നേരത്തെ റിലീസ് ആവുകയാണ്. ഓൾറെഡി കുട്ടി കിടക്കായിരിക്കും, ഞെക്കാൻ നേരത്തെ റിലീസ് ആവും. അതാണ് രണ്ട് ടൈപ്പ് പുഷ് ബട്ടൺ വേണ്ട. പുഷ് ബട്ടൺ MC പുഷ് ബട്ടൺ അവിടെ വെച്ചേക്കണം. ഞാൻ എന്നോയാണ് വെച്ചേക്കുന്നത്. അപ്പോൾ ഞാൻ അതിനകത്ത് ഓൺ ആക്കാൻ നേരത്ത് അത് പവർ പാസ്സാവും. അപ്പോൾ ഞാൻ പറഞ്ഞ ഇനീഷ്യൽ കണ്ടീഷൻ അതായത് ആ ലെഫ്റ്റ് സൈഡിൽ ഇതിനകത്ത് പവർ ഉണ്ട്. അപ്പോൾ ഓൺ ആയി കഴിയുമ്പോഴേക്ക് അതിലേക്ക് കടന്നിട്ട് ഇതിലേക്ക് പോകും. ഔട്ട്പുട്ട് അതാണ് ജസ്റ്റ് ആ ഒരു സ്വിച്ച് വെച്ചിട്ട് ഒരു ലൈറ്റ് വെച്ചിട്ട് അത് എങ്ങനെ കത്തിച്ചേക്കണമെന്ന് കാണിച്ചേക്കണേ.